മലയാളികളുടെ സ്വന്തം ജനപ്രിയ നടനാണ് ദിലീപ്. അദ്ദേഹത്തിൻ്റെതായുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേരുകൂടി ഉയർന്നു വന്നതോടെയും നടന് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നതോടെയുമാണ് മലയാളികൾക്കിടയിൽ ജനപ്രിയന്റെ പ്രതിച്ഛായയ്ക്ക് കോട്ടം സംഭവിച്ചത്. ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലാണ് നടി ആക്രമിക്കപ്പെട്ട കേസ്. ഡിസംബറിൽ കേസിന്റെ വിധി വരുമെന്നാണ് പ്രതീക്ഷ. അന്തിമ വിധി എന്താകുമെന്നാണ് അറിയാനുള്ള ആകാംക്ഷയിലാണ് മലയാളികൾ. ഈ വേളയിൽ നിരവധി പേരാണ് ദിലീപിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും രംഗത്തെത്തിയിരുന്നത്. തന്നെ പിന്തുണയ്ക്കുന്നവർക്ക് വേണ്ടി ദിലീപ് സിനിമയിലേക്ക് തിരിച്ചെത്തിയെങ്കിലും പ്രതീക്ഷിച്ച അത്ര നല്ല കാലമായിരുന്നില്ല ദിലീപിന്. ഇറങ്ങിയ ചിത്രങ്ങളെല്ലാം ഒന്നിനു പുറകെ ഒന്നായി തകർന്നടിയുന്ന കാഴ്ചയാണ് നടന് സാക്ഷ്യം വഹിച്ചത്. ഏറെ പ്രതീക്ഷയോടെ പുറത്തെത്തിയ ചിത്രം പോലും നിലം തൊടാതെ പൊട്ടി. ഇതോടെ ദിലീപിന്റെ സമയം ശരിയല്ലെന്നാണ് പലരും പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോഴിതാ ദിലീപിന് ഇനി മുതൽ വെച്ചടി കയറ്റമാണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ച. ചില ജ്യോതിഷ ഗ്രൂപ്പുകളാണ് ഇത് സംബന്ധിച്ച വിവരമുള്ളത്. ദിലീപിന് ഇനി നല്ല കാലമാണ് വരാൻ പോകുന്നത് എന്നാണ് ഇതിൽ പറയുന്നത്. ജ്യോതിഷപ്രകാരം ഉത്തര നക്ഷത്രക്കാരായവർക്ക് നല്ല കാലമാണ് അത്രേ വരാൻ പോകുന്നത്. ദിലീപ് ഉത്തര നക്ഷത്രക്കാരനാണ്. പിക് പോക്കറ്റ്, 3 കൺട്രീസ് തുടങ്ങിയ ചിത്രങ്ങളാണ് ദിലീപിൻ്റെതായി വരാനിരിക്കുന്നത്. ഈ ചിത്രങ്ങളെല്ലാം ജനപ്രിയന്റെ വമ്പൻ തിരിച്ചുവരവിന് വഴി തെളിക്കുമെന്നും വരുന്ന 4 വർഷം ഗജരാജയോഗമാണ് ഉത്തര നക്ഷത്രക്കാർക്കെന്നുമാണ് പറയുന്നത്. ഈ സമയത്ത് ഇവർക്ക് ധാരാളം ഭാഗ്യമെന്ന് ചേരും. സാമ്പത്തിക നേട്ടം, തൊഴിൽ രംഗത്ത് നേട്ടവും ഉണ്ടാകും. ആഗ്രഹിച്ച തൊഴിലിൽ പ്രവേശിക്കാൻ സാധിക്കുകയോ തൊഴിൽ രംഗത്ത് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുകയോ ചെയ്യും. അതുകൊണ്ട് തന്നെ ദിലീപിന് നല്ല നാളുകളാണ് വരാൻ പോകുന്നതെന്നാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ. ഗജകേസരി യോഗം വരുന്നതോടെ ദിലീപ് ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെല്ലാം മാറുമെന്നും പഴയ പോലെ മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുമെന്നും ആരാധകർ പറയുന്നു. ദിലീപ് നല്ല ദൈവവിശ്വാസിയാണെന്ന് എല്ലാവർക്കും അറിയാം. പലപ്പോഴും ക്ഷേത്രങ്ങളിലും പള്ളികളിലും എല്ലാം തൊഴുതു മടങ്ങുന്ന ദിലീപിന്റെ ചിത്രങ്ങളെല്ലാം വൈറലായി മാറാറുണ്ട്. ശബരിമല കാലമായാൽ വ്രതമെടുത്ത് ദിലീപ് മല കയറാറുണ്ട്. മാത്രമല്ല വാസ്തുശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ദിലീപ്. ദിലീപിന്റെ പത്മസരോവരം വാസ്തുപ്രകാരം നിർമ്മിച്ചതാണ് എന്നാണ് പറയുന്നത്. മാത്രമല്ല സംഖ്യാശാസ്ത്രത്തിലും ദിലീപിന് വിശ്വാസമുണ്ട്. ഇത് പ്രകാരം നടൻ തന്റെ പേരിന്റെ സ്പെല്ലിങ്ങുകൾ മാറ്റിയതും വൈറലായിരുന്നു. എന്തായാലും രാജയോഗം വരുന്നതോടുകൂടി സിനിമയിൽ ദിലീപിന്റെ ശുക്രൻ തെളിയുമെന്നാണ് ആരാധകരുടെ കണക്കുകൂട്ടൽ. അതേസമയം മഞ്ജു വാര്യർക്ക് അത്ര നല്ല സമയമല്ല, ദോഷം ഫലങ്ങൾ ഉണ്ടാകുമെന്നും ചർച്ചയുണ്ട്. ഫൂട്ടേജ് സിനിമ തന്നെയാണ് ആരാധകർ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നത്. ഈ സിനിമയുടെ റിലീസിന് ദിവസങ്ങൾക്ക് മുമ്പാണ് വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായത്. നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിന് പിന്നാലെ ചിത്രത്തിന്റെ റിലീസ് മാറ്റിവെച്ചിരുന്നു. പിന്നാലെ റിലീസിനെത്തിയപ്പോഴും വലിയ പ്രകടനം കാഴ്ചവെക്കാൻ ചിത്രത്തിനായില്ല. മാത്രമല്ല ഇതിന് പിന്നാലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തെത്തിയതും ചിത്രത്തെ ബാധിച്ചുവെന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പല വിമർശനങ്ങളും മഞ്ജുവിന് നേരിടേണ്ടതായി വന്നു. അടുത്ത കാലത്തായി മഞ്ജുവിന് വലിയ ഹിറ്റ് ചിത്രങ്ങളും ഇല്ലാത്തത് ആരാധകരെ നിരാശയിലാക്കുന്നുണ്ട്.